ചില സ്ഥലങ്ങളുടെ പേരുകളുടെ പിന്നിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. അത്തരത്തിൽ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരിനെ കുറിച്ചാണ് പറയുന്നത്. കവിയൂർ. കവിയൂര്, കവിയുടെ ഊര്. ഈ പേരുണ്ടായിരുന്ന കവിയൂര് ലോപിച്ച് കവിയൂരായി മാറിയതാണ് കവിയൂർ. കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ നടത്തിയത് സാക്ഷാൽ ശ്രീരാമനാണ് എന്നാണ് വിശ്വാസം. ആ കഥ ഇങ്ങനെയാണ്. രാവണവധം കഴിഞ്ഞ് സീതാ ലക്ഷ്മണന്മാരോടും വാനര രാക്ഷസ പടകളോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. ആ മടക്കയാത്രയിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണത്രേ കവിയൂരിലെ ശിവലിംഗം. ഏകദേശം രാമേശ്വരം ക്ഷേത്ര പ്രതിഷ്ഠയോട് സാമ്യമുള്ളതാണ് ഇവിടുത്തെ കഥയും. അതായത് അശോക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിന്റെ ആ മനോഹാരിതയിൽ മുഴുകിയ സീതയുടെ ആഗ്രഹപ്രകാരമാണ് പുഷ്പക വിമാനത്തിൽ പറക്കുന്ന ശ്രീരാമനും പരിവാരങ്ങളും കവിയൂരിൽ ഇറങ്ങിയതത്രേ. ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണ് എന്ന് കണ്ട് ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെടുത്തു വരാൻ ഹനുമാനെ നിയോഗിച്ചു. ശുഭമുഹൂർത്തമായി. പക്ഷെ അപ്പോഴും ഹനുമാൻ മടങ്ങി വന്നില്ല. ഒടുവിൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് രാമൻ പ്രതിഷ്ഠ നിർവഹിച്ചു. മടങ്ങിയെത്തിയ ഹനുമാന് സങ്കടമായി. തന്റെ പ്രയത്നം വിഫലമായല്ലോ. അങ്ങനെ മനസ്സിലാക്കിയ രാമൻ താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി ഹനുമാൻ കൊണ്ടുവന്നത് പ്രതിഷ്ഠിച്ചു കൊള്ളാൻ പറഞ്ഞു. അതിശക്തനായ ഹനുമാന് പക്ഷേ രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ചലിപ്പിക്കാൻ പോലും ആയില്ലത്രേ. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അനുമതിയോടെ ഹനുമാൻ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചു എന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദിവ്യമായ കവിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വില്ലുമംഗലം സ്വാമിയാർ മതിൽക്കകത്തെ ഇലഞ്ഞിയിൽ ഹനുമാന്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിന്റെ വായുകോണിൽ ജപക്കിണ്ടി കമിഴ്ത്തി വെച്ച് അതിന്മേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. കേരളത്തിൽ ഒരുപാട് വ്യവസ്ഥാപിത ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒന്നാണ് കവിയൂർ മഹാദേവ ക്ഷേത്രം. അവിടെ വിദേശികളും സ്വദേശികളുമായ ഒരുപാട് ഗവേഷകർ വരാറുണ്ട്. കവിയൂർ ഗ്രാമത്തിലെ പത്തില്ലത്തിൽ പോറ്റുമാരായിരുന്നു ഈ മഹാക്ഷേത്രത്തിന്റെ ഊരാളന്മാർ. കൊല്ലവർഷം 1076 ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ക്ഷേത്രം തിരുവിതാംകൂർ സർക്കാർ ഏറ്റെടുത്തു. അളവറ്റ സമ്പത്തും പ്രസിദ്ധിയും കണക്കിലെടുത്ത് ക്ഷേത്രത്തിന് ഫസ്റ്റ് ക്ലാസ് പദവിയും നൽകി. കേരളക്കരയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ഖ്യാതിയും കവിയൂർ ക്ഷേത്രത്തിനുണ്ട്. ധാര, മുഴുക്കാപ്പ്, പായസം, അടിമ കിടത്തൽ എന്നിവയാണ് ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഹനുമാൻ സ്വാമിക്ക് അവൽ പന്തിരുനാഴിയും വടമാലയുമാണ് മുഖ്യ വഴിപാടുകൾ. അങ്ങനെയാണ് കവിയുടെ ഊര് കവിയൂരായത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.